ചെറുപ്പകാലങ്ങളിൽ നിങ്ങളൊക്കെ എങ്ങനെയാണോ ലീഗുകാരനായി പ്രവർത്തിച്ചു തുടങ്ങിയത്, അതുപോലെ തന്നെയാണ് CPM ഞാനും ജന്മന CPM-കാരനായിക്കൊണ്ട് പ്രവർത്തിച്ചത്. കാരണം എൻ്റെ വീട്ടുകാരും കുടുംബക്കാരും മുഴുവൻ അന്നും ഇന്നും CPM-കാരാണ്. ചെറുപ്പത്തിലൊക്കെ ഇലക്ഷൻ നടക്കുന്ന സമയത്ത് കരിക്കട്ട കൊണ്ട് കാർബോർഡിൽ അരിവാൾ ചുറ്റിക വരച്ചിട്ട് എൻ്റെ വീടിൻ്റെ മുന്നിൽ തൂക്കുന്ന ആളാണ് ഞാൻ. അങ്ങനെയാണ് ഒരു CPM-കാരനായതുകൊണ്ട്, ഒരു അനുഭാവിയായിക്കൊണ്ട് അതിൽ പ്രവർത്തിച്ചിരുന്നത്. ഇന്ന് ആധുനിക രീതിയിൽ മൊബൈൽ ഉപയോഗിച്ചിട്ട് സോഷ്യൽ മീഡിയ ഇടപെടുമ്പോഴും CPM-ന് വേണ്ടിയിട്ട് എൻ്റെ ഇതുവരെയുള്ള സമയവും ഊർജവും സാമ്പത്തികമായുള്ള എല്ലാ കാര്യങ്ങളും അതിനേക്ക് വേണ്ടി നീക്കി വെച്ചിട്ട് അവസാനം അതിൽ നമുക്ക് തുടരാൻ പറ്റിയ ഒരു ഇടമല്ല എന്ന് ബോധ്യമായത് ജീവിതത്തിൻ്റെ ഈ സായാഹ്നത്തിലാണ്. കാരണം സത്യത്തിൽ ഞങ്ങളെ പറ്റി അന്ന് എല്ലാവരും പറയും, അന്നും ഇന്നും പറയുന്ന അന്തംകമ്മികൾ എന്നാണ്. അത് കുറച്ച് അന്തം കമ്മി ഉണ്ടെങ്കിൽ മാത്രമേ സഖാവായിട്ട് നിൽക്കാൻ പറ്റുള്ളൂ. ഇപ്പോൾ സഖാവ് എന്ന് പറഞ്ഞാൽ അതിനർത്ഥം കൂട്ടുകാരൻ അല്ലെങ്കിൽ സഹോദരൻ എന്നൊക്കെ ആയിരുന്നു മുമ്പ്. ഇന്ന് സഖാവ് എന്ന് പറഞ്ഞാൽ അന്തം കമ്മി എന്ന് മാത്രമാണ്. CPM-ന്റെ ഒരു അനുഭാവിയായി സോഷ്യൽ മീഡിയയിൽ പ്രവർത്തിക്കുന്ന സമയത്തും എൻ്റെ നേതാവ് പാണക്കാട് മുഹമ്മദ് ശിഹാബ് തങ്ങളെയോ ഹൈദരലി ശിഹാബ് തങ്ങളെയോ സാദിഖ് അലി ശിഹാബ് തങ്ങളെയോ ഒന്ന് വാക്കുകൊണ്ടോ പ്രവർത്തനോട് നുള്ളി നോക്കുവാൻ പോലും ഞാൻ അന്ന് തയ്യാറായിരുന്നില്ല. അത് പ്രത്യേകം ശ്രദ്ധിച്ചിട്ടുണ്ട്. കാരണം സയ്യിദന്മാരുടെ കുടുംബത്തെ അന്നും ഇന്നും എന്നും എനിക്ക് ആദരവാണ്, ബഹുമാനമാണ്. ഇപ്പോൾ ഞാൻ എന്തുകൊണ്ട് CPM വിട്ട് ലീഗിലേക്ക് വന്നു എന്നുള്ള കാര്യം ഇവിടെ ഉദ്ഘാടന പ്രസംഗൻ വളരെ വിശദമായി പ്രസംഗിച്ചു. ഞാൻ സത്യത്തിൽ അത് കാത് കുറിപ്പിച്ച് ശരിക്കും കേട്ടുകൊണ്ടിരിക്കുകയായിരുന്നു. എനിക്ക് പറയാനുള്ള കാര്യങ്ങൾ മാത്രമാണ് ഈ ഉദ്ഘാടന പ്രസംഗം ഇവിടെ പ്രസംഗിച്ചത്. അതുപോലെ പ്രസംഗിക്കാനുള്ള കഴിവ് എനിക്കില്ലാത്തത് കൊണ്ട് അത് ഒന്ന് ടാഗ് ചെയ്ത് പറയാണ്. കാരണം പാർട്ടി ക്ലാസുകളിൽ വന്നിട്ട് ന്യൂനപക്ഷ സംരക്ഷണവും അതുപോലെ മറ്റുള്ള വർഗീയതക്കെതിരായിട്ടുള്ള ഫാസിസ്റ്റുകൾക്ക് എതിരായിട്ടുള്ള കാര്യങ്ങളൊക്കെ ഗീർവാണം പ്രസംഗിക്കുകയും ഒക്കെ ചെയ്യുമ്പോഴും മറുഭാഗത്ത് അവരുടെ ഡീൽ ഉറപ്പിച്ചുകൊണ്ടാണ് അവർ ക്ലാസ് എടുക്കാൻ ഇങ്ങോട്ട് വരാറുള്ളത്. അപ്പോ ഈ ന്യൂനപക്ഷങ്ങൾക്കെതിരെ പ്രത്യേകിച്ച് മലപ്പുറം ജില്ലയിൽ സുജിത് ദാസ് എന്ന SP, അതുപോലെ അജിത് കുമാർ എന്ന DIG, ഈ രണ്ട് വ്യക്തികൾക്കെതിരെയുള്ള ആരോപണങ്ങളാണ് ഞാൻ ഞങ്ങളുടെ പാർട്ടി ഗ്രൂപ്പിൽ വിശദമായിട്ട് ഉന്നയിച്ചത്. കാരണം നട്ടെല്ല് പണത്തിലായിരിക്കുമല്ലോ ഒരു സഖാവാകുമ്പോൾ. അന്ന് ഇതിനെതിരെ വിരൽ ചൂണ്ടാൻ ഒരാൾ മുന്നോട്ട് വരില്ല. കാരണം ആരെങ്കിലും ഇതിനെതിരെ ശബ്ദിച്ചാൽ അവരെ അവിടെ ചവിട്ടി പുറത്താക്കും. ഒരു മറുപടി അവിടെ പ്രതീക്ഷിക്കണ്ട. അപ്പോൾ ആ സമയത്താണ് ഞാൻ ചോദിച്ചത്, ഞാൻ ഒരുപാട് ചോദ്യങ്ങൾ ഉന്നയിച്ചു. അപ്പോൾ ആ സമയത്ത് എന്നോട് പറഞ്ഞു, ഇതിലേക്ക് ചോദ്യങ്ങൾ കൂടുതൽ വേണ്ട, പറ്റില്ലെങ്കിൽ ഞങ്ങൾ പുറത്താക്കുന്നു പറഞ്ഞു. ഞങ്ങൾ പുറത്താക്കിക്കൂടി തന്നെ ഇറങ്ങിപ്പോന്നാണ്. അപ്പോൾ CPM-ൽ നിന്ന് പോരാനുള്ള കാരണം സംഘപരിവാറുമായിട്ടുള്ള പിണറായി വിജയന്റെ അന്നത്തെയും ഇന്നത്തെയും തുടർന്നുകൊണ്ടിരിക്കുന്ന ബന്ധമാണ്. അത് പരസ്യമായിട്ട് CPM-ന്റെ സംസ്ഥാന സെക്രട്ടറി കഴിഞ്ഞ പാലക്കാട് നിയമസഭാ ഉപതെരഞ്ഞെടുപ്പ് സമയത്ത് പറയുകയും ചെയ്തു. അപ്പോൾ അതിൽ പ്രതിഷേധിച്ചുകൊണ്ടാണ് ഞാൻ CPM വിട്ടത്. CPM വിട്ടതിന് ശേഷവും ഞാൻ ഇവിടുന്ന് ലീവ് കഴിഞ്ഞ് നാട്ടിലേക്ക് പോവാണ്. നാട്ടിലെത്തി രണ്ടാമത്തെ ദിവസം CPM-ന്റെ ഏരിയ കമ്മിറ്റി മെമ്പറും എൻ്റെ നാട്ടിലെ ലോക്കൽ കമ്മിറ്റി സെക്രട്ടറിയും കൂടി രണ്ടാമതും കൂടി വീട്ടിൽ വന്ന് 1 മണിക്കൂർ സംസാരിച്ച് തിരിച്ച് പാർട്ടിയിലേക്ക് വന്ന് സജീവമാണെന്ന് പറയാനുണ്ട്. അപ്പോൾ ഞാൻ ചോദിച്ച 10 കാര്യങ്ങൾക്കും കറക്റ്റ് ഉത്തരം തരികയാണെങ്കിൽ നാളെ മുതൽ ഞാൻ പഴയ രീതിയിലേക്ക് പാർട്ടിയിലേക്ക് വരാമെന്ന് പറഞ്ഞു. അപ്പോൾ ചോദ്യങ്ങൾക്ക് എന്നോട് ആവർത്തിക്കാൻ പറഞ്ഞു. ഓരോ ചോദ്യം ആവർത്തിച്ച് പറഞ്ഞപ്പോൾ ഈ ചോദ്യങ്ങൾക്ക് എനിക്കെന്ന് മാത്രമല്ല പാർട്ടിയിൽ ആർക്കും ഉത്തരം തരാൻ പറ്റില്ല എന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ പറഞ്ഞു, തൽക്കാലം നിങ്ങൾ പോയിക്കോളി, ഞാൻ ഇപ്പോൾ ഉള്ള സ്റ്റാൻഡിൽ ഞാൻ ഉറച്ചു നിൽക്കുകയാണെന്ന് പറഞ്ഞു. അത് കഴിഞ്ഞതിന് ശേഷം ഒരു 2-3 ആഴ്ചയ്ക്ക് ശേഷമാണ് ഞാൻ അടുത്ത ആലോചന തുടങ്ങുന്നത്. ഇനി അടുത്ത ഓപ്ഷൻ വേണമല്ലോ. അപ്പോൾ ഈ അടുത്ത ഓപ്ഷൻ തിരഞ്ഞെടുക്കുന്നുണ്ടെങ്കിൽ എൻ്റെ മുന്നിൽ ആദ്യം ഒരു UDF ആണ്, ഒരു മുന്നണിയായിട്ട്. അതിലേത് പാർട്ടിയാണ് തിരഞ്ഞെടുക്കാൻ എനിക്ക് ഒട്ടും ആലോചിക്കേണ്ടി വന്നിട്ടില്ല. കാരണം അനുഭവമാണ് ഗുരു. കഴിഞ്ഞ കൊറോണ സമയത്ത് ഒരാൾക്ക് പോലും റൂമിൽ നിന്ന് പുറത്തിറങ്ങാൻ പറ്റാത്തൊരു അവസരത്തിൽ, ഞാനൊരു ഷുഗർ പേഷ്യൻ്റ് ആണ്. അപ്പോൾ ഷുഗറിൻ്റെ
സ്ഥിരമായിട്ട് മരുന്ന് കഴിക്കുന്നതാണ്. അപ്പോൾ എൻ്റെ റൂംമേറ്റായുള്ള കമ്മുകുട്ടി പറഞ്ഞ പൊന്മുളയുള്ളൊരു KMCCയുടെ സജീവ പ്രവർത്തകൻ. ഞങ്ങൾ 2 ആളും മിക്കവാറും എല്ലാ ദിവസവും റൂമിൽ നിന്ന് നല്ല ഫൈറ്റിംഗ് ആണ്. ഞാനൊരു സഖാവും അവര് KMCCയുടെ പ്രവർത്തകൻ, മുസ്ലിം ലീഗ് പ്രവർത്തകനാണ്. എല്ലാ ഫൈറ്റും കഴിഞ്ഞ ശേഷം രാത്രി കിടന്നുറങ്ങുമ്പോൾ സലാം പറഞ്ഞേ ഉറങ്ങുള്ളൂ. അപ്പോൾ സ്ഥിരമായിട്ട് മരുന്ന് കഴിക്കുന്ന ആളായത് കൊണ്ട് ഒരു 2-3 ദിവസം അവൻ മരുന്ന് കഴിക്കുന്നത് കാണുന്നില്ല. അപ്പോൾ ഇവൻ ചോദിച്ച്, അല്ല മുന്നേറ ഈ ഷുഗറിൻ്റെ മരുന്ന് കഴിക്കാനില്ല, എന്ത് പറ്റി ചോദിച്ചു. അപ്പോൾ എൻ്റെ ദുരഭിമാനം എന്നെ പറയാൻ അനുവദിച്ചില്ല. കാരണം ഒരു ലീഗുകാരനെ കൊണ്ട് പറഞ്ഞിട്ട് വേണം എനിക്ക് മരുന്ന് കിട്ടാൻ. അപ്പോൾ 2ാമത്തെ ദിവസം ഇതേ ചോദ്യം വീണ്ടും ആവർത്തിച്ച്, മരുന്നില്ലെങ്കിൽ എത്തിച്ചേരാൻ എനിക്ക് വേണം ചോദിച്ചു. അപ്പോൾ ഞാൻ തല പതുക്കെ ഞാൻ ഒന്ന് കുലുക്കി, മരുന്ന് കിട്ടണമെന്നുള്ള എനിക്കൊന്ന് കുലുക്കി. ഈ പറഞ്ഞ ആ സമയത്ത് തന്നെ എൻ്റെ മരുന്നിൻ്റെ പേരുകളൊക്കെ വാങ്ങിയിട്ട് ഇവൻ വാട്സപ്പ് വായ്പ ചെയ്തു കൊടുത്തു. പിറ്റേ ദിവസം രാവിലെ 8 മണിയായപ്പോഴത്തേക്കും എൻ്റെ മരുന്ന് എൻ്റെ റൂമിൻ്റെ മുന്നിലെത്തി. മാത്രമല്ല ഒരു നയാ പൈസ ആ മരുന്നിന് വേണ്ടി എന്നോട് വാങ്ങിയിട്ടുമില്ല. എൻ്റെ ജീവിതത്തിൽ ഏറ്റവും വലിയ ചേർത്ത് പിടിക്കലായിട്ട് ഞാൻ കാണുന്നത് എനിക്ക് എൻ്റെ ഗുരു അതാണ് അനുഭവം. കാരണം KMCC സംബന്ധിച്ച് ഒരുപാട് എണ്ണിയൊടുങ്ങാത്ത ജീവകാരുണ്യ പ്രവർത്തനങ്ങൾ നടത്തിയിട്ടുണ്ട്, ഇപ്പോൾ നടത്തിക്കൊണ്ടിരിക്കുകയാണ്. ഭാവിയിലും അത് തന്നെയാണ് KMCCയുടെ പദ്ധതികളും. പക്ഷെ എനിക്ക് എൻ്റെ ജീവിതത്തിൽ ഏറ്റവും വലിയൊരു ജീവകാരുണ്യ പ്രവർത്തനമായിട്ട് ഞാൻ അനുഭവിച്ചത് ഒരു നിസ്സാരമായ ഒരു ഷുഗറിന്റെ മരുന്നാണ്. അത് പറഞ്ഞ സമയം ഏതാണ്ട് മണിക്കൂറുകൾ കൊണ്ട് ഒന്ന് ഉറങ്ങി എഴുന്നേറ്റപ്പോഴേക്കും രാവിലെ എൻ്റെ റൂമിന്റെ മുന്നിലേക്ക് ആ മരുന്നുമായിട്ട് KMCCയുടെ ഒരു പ്രവർത്തനം എത്തിയെങ്കിൽ വീണ്ടും ഞാൻ CPM വിട്ടതിന് ശേഷം എവിടേക്ക് പോകണമെന്ന് ആലോചിക്കേണ്ടി ഒരു നിമിഷം പോലും ഞാൻ ആലോചിച്ചിട്ടില്ല. ഞാൻ എൻ്റെ ചെറുപ്പമായുള്ള ഒരു സുഹൃത്ത് മുഹമ്മദ് പറഞ്ഞിട്ടുള്ള അവൻ ഉറച്ച കോൺഗ്രസ്സുകാരനാണ്. ഞാനൊരു CPM ആയതുകൊണ്ട് എന്നുള്ള ചങ്ങാത്തം പോലും അവന് ഒരു അകലം വെച്ച് സൂക്ഷിച്ച് നടന്നിട്ടുള്ളൂ. നാട്ടിലേക്ക് എത്തിയ ഉടനെ അവന് എൻ്റെ വീട്ടിലേക്ക് ഓടി വന്ന് എന്നോട് പറഞ്ഞു, നീ കോൺഗ്രസ്സുകാരനാണ്, നമ്മുടെ പാർട്ടിയിലേക്ക് വരണം, പാർട്ടി സ്വീകരണം ഒരുക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ പറഞ്ഞു, തൽക്കാലം നിൽക്കട്ടെ, എനിക്ക് കോൺഗ്രസിലേക്ക് ഏതായാലും ഞാൻ വരുന്നില്ല, എൻ്റെ ഉദ്ദേശം മുസ്ലിം ലീഗാണ്. അപ്പോൾ അതിന് സമയമാകുമ്പോൾ ഞാൻ പറഞ്ഞോളാം. അങ്ങനെയാണ് അവൻ തന്നെ നേരിട്ട് പോയി CP ചെറുമുഹമ്മദിൻ്റെ അടുത്ത്, ലീഗിൻ്റെ സംസ്ഥാന സെക്രട്ടറി CP ചെറുമുഹമ്മദിൻ്റെ അടുത്ത് പോയിട്ട് കാര്യം പറഞ്ഞു, ഇങ്ങനെ എൻ്റെ ആളുണ്ട്, അപ്പോൾ ലീഗിലേക്ക് വരാൻ താല്പര്യം. ഞാൻ കുറേ കോൺഗ്രസിലേക്ക് വിളിച്ചു നോക്കി, ഒരു നിലക്കും വഴങ്ങുന്നില്ല. അങ്ങനെ CP ചെറുമുഹമ്മദ് ആളുകളെ പറഞ്ഞയച്ച് അങ്ങനെ ഒരു പാർട്ടിയായിട്ട് കണക്ഷൻ ഉണ്ടാവുന്ന അവിടുന്ന് മുതലാണ്. അങ്ങനെ ഡിസംബറിൽ ഞാൻ ഒരു ആവശ്യം വെച്ച് തങ്ങളുടെ അടുത്ത് നിന്ന് ഒരു മെമ്പർഷിപ്പ് വാങ്ങണമെന്നൊരു കാര്യം പറഞ്ഞപ്പോൾ അതിനെല്ലാ ഒരുക്കങ്ങളും എല്ലാ സൗകര്യങ്ങളും അവർ ചെയ്തു തന്ന് ഞാൻ കുടുംബസമേതം പാണക്കാട് പോയി തങ്ങളെ അനുഗ്രഹീത കരങ്ങൾ കൊണ്ട് മെമ്പർഷിപ്പ് സ്വീകരിച്ചു. മുൻകാല എൻ്റെ എല്ലാ ചെയ്തികളും ഓർത്ത് ഇന്ന് ദുഃഖിക്കുകയാണ്. കാരണം ഉള്ളതും ഇല്ലാത്തതുമായ എല്ലാ കാര്യവും ന്യായീകരിച്ചുകൊണ്ട് ഒരു ന്യായീകരണ തൊഴിലാളിയായി എൻ്റെ ജീവിതകാലം ഇത്ര ഞാൻ ചെലവഴിച്ചു. അതിന് ഞാൻ ദുഃഖിക്കുന്നു, ഖേദിക്കുന്നു. ലീഗിനെതിരെ എന്തെങ്കിലും പറഞ്ഞിട്ടുണ്ടെങ്കിൽ എല്ലാം അതിൻ്റെ ആളുകൾ പൊരുത്തപ്പെട്ടു തരണം. ഇൻഷാ അല്ലാഹ് ബാക്കിയുള്ള ഇനി മുതലുള്ള എല്ലാ എൻ്റെ ജീവിതകാല അളവിലും പാർട്ടിക്ക് വേണ്ടി എന്നാൽ കഴിയുന്നത് ഞാൻ ഇനിയും തുടരും. മുസ്ലിം ലീഗിന് വേണ്ടി എൻ്റെ ജീവൻ ഇന്നത് മുസ്ലിം ലീഗാണ്. എൻ്റെ ജീവിതവും എൻ്റെ കുടുംബത്തിൻ്റെ എല്ലാം എൻ്റെ കുടുംബം എന്ന് പറഞ്ഞാൽ എൻ്റെ ഭാര്യയൊക്കെ ആദ്യം മുസ്ലിം ലീഗിൻ്റെ ആൾക്കാരാണ്. പക്ഷെ ഞാനൊരു സഖാവായത് കൊണ്ട് എൻ്റെ കൂടെ കൂടിയത് മാത്രം. ഇപ്പം മനസ്സുകൊണ്ട് ഏറ്റവും കൂടുതൽ സന്തോഷിക്കുന്നത് അവരാണ്. കാരണം തിരിച്ച് അവരുടെ പാർട്ടിയിലേക്ക് അവരെന്നെ കൊണ്ടുപോയി എന്നുള്ളതാണ്. അപ്പോൾ കൂടുതലൊന്നും പറയാനില്ല, പ്രസംഗങ്ങളുടെ ഒരു ശേഷിയൊന്നും എനിക്കില്ല. അപ്പോൾ ഇത്രയൊക്കെ കാര്യങ്ങൾ പറയാനുള്ളൂ. ഏതായാലും ഇൻഷാ അല്ലാഹ് ഭാവിയിൽ തുടർന്ന് അങ്ങോട്ട് എല്ലാ പ്രവർത്തനങ്ങൾക്കും നിങ്ങളുടെ കൂടെ ഉറച്ചു ഞാനുണ്ടാവും എന്ന് ഉറപ്പ് നൽകുകയാണ്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.